വൈറൽ ബ്യൂട്ടി ടിപ്സ് റിവ്യൂ മലയാളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ ആക്കി വെക്കുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഗെറ്റ് ഗ്ലാംവിത്ത് അഞ്ജലിയുടെ ബ്യൂട്ടി ടിപ്പാണ് പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത്. 1,00,000-ലേറെ ആൾക്കാർ കണ്ട ഒരു ടിപ്പായിരുന്നു. അതുപോലെ തന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ്. അതുപോലെ ഞാൻ നന്നായിട്ട് കരിവാളിച്ചിരിക്കുകയായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ ടിപ്പ് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അഞ്ജലിയുടെ ആ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഇതിൽ 3 സ്റ്റെപ്പാണുള്ളത്. ആദ്യം മുഖം ക്ലെൻസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പാലാണ് ഉപയോഗിക്കുന്നത്. പാലില്ലെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബാണ്. അപ്പോൾ അരിപ്പൊടിയാണ് അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ അരിപ്പൊടിയും പിന്നെ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് അലോവേര ജെൽ ഉള്ളത് കൊണ്ട് ഞാൻ അതെടുത്തു. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതാണ് നമ്മൾ ഫേസ് സ്ക്രബായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ആ ചാനലിൽ കുക്കുംബർ ജെല്ലായിട്ട് ഉപയോഗിച്ചത്. വേണമെങ്കിൽ അലോവേര ജെല്ല് ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അലോവേര ജെല്ല് എടുത്തിരിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് ഫേസ് മാസ്ക് ആണ് എടുക്കുന്നത്. അപ്പോൾ ഫേസ് മാസ്ക് ആയിട്ട് എടുക്കുന്നതിൽ ഇൻഗ്രീഡിയൻസ് 1 ടീസ്പൂണോളം ഗോതമ്പ് പൊടിയും പിന്നെ 1 ടീസ്പൂണോളം കടലപ്പൊടിയും പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തേനും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. പിന്നെ ഇതിലേക്ക് ഒരു 5 ഡ്രോപ്പ് നമ്മുടെ നാരങ്ങ നീര് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് അതിൽ ചേർത്തത് തൈരാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് ലൂസാകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തൈര് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കഴുത്തിലും മുഖത്തും മാത്രം തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവിലാട്ടോ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മേത്തൊക്കെ തേക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്തായാലും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ നമുക്ക് കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓളാക്കി വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അപ്പം നമ്മുടെ ഫേസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് ക്ലെൻസർ, പിന്നെ നമ്മുടെ സ്ക്രബ്, പിന്നെ നമ്മുടെ ഫേസ് മാസ്ക്. അപ്പം എൻ്റെ ഒരു ഫേസ് ഞാൻ കാണിച്ചു തരാം. ചെറുതായിട്ടൊന്ന് ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മുഖം ക്ലെൻസ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പായ സ്ക്രബിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു അരിപ്പൊടിയും അലോവേര ജെല്ലും ഉപയോഗിച്ചിട്ടുള്ള സ്ക്രബ് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം മുഖത്തെ എല്ലാ ഭാഗത്തും. എന്നിട്ടൊരു 10 മിനിറ്റ് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിട്ടു കൊടുക്കാം. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഫേസ് മാസ്ക് ആണ്. അപ്പോൾ അതൊന്നും മുഖത്തൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടിയില്ല. അത് ഉണങ്ങുന്ന ക്ലിപ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നില്ല. എന്തായാലും അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയ ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫേസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഒരു ഗ്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇല്ല എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ കവിളിൻ്റെ സൈഡിലും എല്ലാ ഭാഗത്തും നന്നായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും. ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ളൊരു പിക്ചറും അത് കഴിഞ്ഞിട്ടുള്ള പിക്ചറും ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ 3 പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിഫോർ ആഫ്റ്റർ ഫ്യൂ ഹവേഴ്സ് ലേറ്റർ. അപ്പോൾ ചില മാസ്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ ഉണ്ടാവും. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആ ഗ്ലോ മാറി കിട്ടും. പക്ഷേ ഇത് ഇട്ടിട്ട് ഒരു 2 ദിവസത്തേക്ക് നല്ലൊരു ഗ്ലോ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ല എന്ന് പറയുന്നില്ല. നല്ലൊരു സൂപ്പറായിട്ടുള്ള ഐറ്റം തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗെറ്റ് ഗ്ലാംവിത്ത് അഞ്ജലിയുടെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ. അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും മറക്കരുത്. ആരെങ്കിലും ബ്യൂട്ടി ടിപ്സ് പരീക്ഷിച്ച് നോക്കണം എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. ഞാൻ പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ.